ഇന്നത്തെ നമ്മുടെ റെസിപ്പി കറിയൊന്നുമില്ലാതെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഡിന്നറായിട്ടൊക്കെ കഴിക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് ബോൺലെസ് ചിക്കനാണ്. ഞാനിപ്പോൾ ഇവിടെ 200 ഗ്രാം ബോൺലെസ് ചിക്കൻ കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ എരിവനുസരിച്ച് മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ തൈരും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. നമ്മളിപ്പോൾ ഇതിവിടെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി വേണ്ടുന്നത് മുട്ടയാണ്. ഞാനിപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട നമുക്ക് ഈ ഒരു ബൗളിലേക്കൊന്ന് പൊടിച്ചൊഴിക്കാം. ഇപ്പം നമ്മളിവിടെ 2 മുട്ടയും ഈ ഒരു ബൗളിൽ ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മളിവിടെ മുട്ട ഇവിടെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടുന്നത് മൈദാപ്പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ 250 ml കപ്പിന് 1 കപ്പ് മൈദാപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മാവ് ഇപ്പോൾ ഇവിടെ നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ ഇവിടെ ഒന്ന് ചൂടായി വരുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1/2 ടീസ്പൂൺ ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തീ ഒന്ന് കുറച്ച് വെച്ച് ഒരു അല്പസമയം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വരുന്നവരെ വേണം നമ്മളൊന്ന് ഇളക്കി കൊടുക്കാൻ. ഇപ്പം വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളിവിടെ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരല്പസമയം നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. ഈ ചിക്കൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ച് വെച്ച് നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ചിക്കൻ ഇവിടെ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവായി വരുന്നവരെ വേണം നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൻ്റെ ചൂടൊന്ന് മാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് നമ്മളിവിടെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കണം. പാനൊന്ന് ചൂടായിട്ട് വേണം നമ്മൾ മുട്ട ഒഴിച്ചു കൊടുക്കാൻ. ഇതൊന്ന് കുക്കായി വരുമ്പം തിരിച്ചിട്ട് കൊടുത്ത് 2 സൈഡും നമ്മൾ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് ഈ ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന മയോനൈസാണ്. ഒരു 2 ടേബിൾ സ്പൂൺ മയോനൈസ് നമുക്ക് ഈ ഒരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് കൂടി ഒഴിച്ചു കൊടുക്കണം. നമുക്ക് കുറച്ചും കൂടി എരി വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. മയോനൈസും ചില്ലി സോസും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചിക്കൻ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഫില്ലിങ്ങിന് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്കിനി ഇതൊന്ന് 4ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഈ ചപ്പാത്തി പലകയിലും കോലിലും അല്പം ഓയിലും തേച്ച ശേഷം ഇതിൽ നിന്നും ചെറിയ ചെറിയ ബോൾസാക്കി എടുത്ത് നമുക്കൊന്ന് പരത്തിയെടുക്കണം. കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കാം, അല്ലെങ്കിൽ ഈ കോലുകൊണ്ട് നല്ല തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ നല്ല തിന്നായിട്ട് തന്നെ വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ. അപ്പോൾ നമ്മളിതിവിടെ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരു പീസ് ഇതിന് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഒരു ചിക്കൻ ഫില്ലിങ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഫില്ലിങ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്ത ശേഷം നമുക്കിതിങ്ങനെ ഒന്ന് മടക്കി 2 സൈഡിൽ നിന്നും ഇങ്ങനെ ഒന്ന് മടക്കി ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഫില്ലിങ് ഒന്നും ഒട്ടും വെളിയിൽ പോകാത്ത രീതിയിൽ തന്നെ വേണം നമ്മളിങ്ങനെ ഒന്ന് ചെയ്തെടുക്കാൻ. എല്ലാം നമ്മളിപ്പം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം.
തീ കുറച്ച് വെച്ച് തന്നെ വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. തീ കൂട്ടി വെച്ചാൽ ഇതിൻ്റെ കളർ പെട്ടെന്ന് തന്നെ ചേഞ്ച് ആവും. ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വരുമ്പം തിരിച്ചിട്ട് കൊടുത്ത് നമുക്ക് എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ കുറവായതുകൊണ്ട് ഇങ്ങനെ നിർത്തി തന്നെ വേണം നമ്മൾ എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതിവിടെ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ എടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ചിക്കനും മുട്ടയും മൈദാപ്പൊടിയൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.